ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ നീറ്റ് എക്സാമിന് എങ്ങനെ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാം എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. 2010 വരെ ലോകം വിശ്വസിച്ചിരുന്നു ഏകദിന ക്രിക്കറ്റിൽ ആർക്കും ഡബിൾ സെഞ്ചുറി അടിക്കാനായിട്ട് സാധ്യമല്ല എന്ന്. എന്നാൽ 2010 നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി അടിച്ചപ്പോൾ പിന്നീട് വന്ന 4 വർഷങ്ങളിൽ തുരുതുരെ ഡബിൾ സെഞ്ചുറികൾ ഏകദിന ക്രിക്കറ്റിൽ പിറക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ സ്വപ്നത്തിലുണ്ടായിരുന്ന 720 മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്രില്യൻറ്റിലെ ശ്രീനന്ദ് കരസ്ഥമാക്കുകയുണ്ടായി. ഇത് നമുക്കൊരു മാതൃകയാണ്. ഏതായാലും ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ ഓരോ സബ്ജക്റ്റും വളരെ വൃത്തിയായും ഭംഗിയായും കൈകാര്യം ചെയ്യാം എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ള ആശങ്ക. ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം എന്നോണം ഇന്ന് ഞങ്ങൾ 3 പേരും ഇവിടെ എങ്ങനെ നമുക്ക് കെമിസ്ട്രിയെ നീറ്റ് എക്സാമിന് ഏറ്റവും ഈസിയായി അഭിമുഖീകരിക്കാം എന്നുള്ളതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഞാൻ ജോർലി, CJV എന്നാണ് എൻ്റെ കോഡ്. എൻ്റെ പേര് അരുൺ മോഹൻ, CCA എന്നാണ് കോഡ്. എൻ്റെ പേര് അജേഷ്, C ഇല്ലാത്ത കോഡാണ്, AJH എന്നാണ് എൻ്റെ കോഡ്. ഞങ്ങൾ 3 പേര് ഉൾപ്പെടെ കെമിസ്ട്രിയിലെ 100-ലധികം ഫാക്കൽറ്റീസ് ബ്രില്യൻറ്റിലുണ്ട്. അവരെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സാറേ, നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഈ നീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് കുട്ടികൾ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതൊന്ന് പറഞ്ഞു കൊടുക്കുക? നമുക്ക് ശരിക്കും ചാപ്റ്ററിന് ഒരു എന്താ പറയുക, കഴിഞ്ഞ ഈ പുതിയ സിലബസ് വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഇന്ന ചാപ്റ്റർ വെയിറ്റേജ് ഇത്ര ചാപ്റ്റർ ഈ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം അന്ന് നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 33-34 ചാപ്റ്റർ ഉണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ എണ്ണം 45 ആയിരുന്നു. പക്ഷേ ഈ പുതിയ സിലബസ് വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ശരിക്കും ആസ് പെർ ദി സിലബസ് 20 ചാപ്റ്റർ ഉള്ളൂ. നമ്മൾ ബ്രില്യൻറ്റിൽ കുറേ വലിയ ചാപ്റ്ററിനെയും പിന്നെ കോൺസെപ്റ്റ് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ചാപ്റ്റർ നമ്മൾ ചിലത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 23 ചാപ്റ്ററാണുള്ളത്. എങ്ങനെ നോക്കിയാലും 45 ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് പറയാൻ പറ്റത്തില്ല. എല്ലാ ചാപ്റ്ററിനും ഈക്വൽ പ്രയോറിറ്റി വരുന്ന സബ്ജക്റ്റ് ആയിട്ട് കെമിസ്ട്രി മാറി. ചില ചാപ്റ്ററിൽ ചിലപ്പോൾ 2 ആകാം, ചിലപ്പോൾ 3 ആകാം, ചിലപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഒന്നേ മറ്റേ ചാപ്റ്ററിൽ ചിലപ്പോൾ കാണുകയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ തവണ ഇലക്ട്രോ കെമിസ്ട്രിന്ന് എനിക്കൊന്ന് ഇലക്ട്രോളിസിസ് 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ 3 ഇലക്ട്രോളിസിസ് അവസാന ഭാഗത്ത് പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാപ്റ്ററാണ്. അതിൽ നിന്ന് 3 എണ്ണം ചോദിച്ചു. ഒരെണ്ണം പിന്നെ നമുക്ക് ഓർഗാനിക്കുമായിട്ട് ക്ലബ് ചെയ്ത് പറയാമെങ്കിലും 3 എണ്ണം ചോദിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പ്രയോറിറ്റി കൂടുതൽ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ചാപ്റ്ററുകൾ അങ്ങനെ നമുക്ക് ഒരു ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിലബസ് വന്നതിന് ശേഷമുള്ള ഒരു എക്സാമിൽ നടന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ട്രെൻഡ് അറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലും മിനിമം 2 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കുട്ടികൾക്ക് അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന ചാപ്റ്റർ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണമെന്നില്ല. അവരെല്ലാ ചാപ്റ്ററും ശരിക്കും വായിച്ചു നോക്കിയാലേ പറ്റുകയുള്ളൂ. ഇതൊരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ ഇതിലും കൂടുതൽ പഠിക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രാക്ടീസ് ആയിട്ട് നോട്ടെ. എന്തായാലും ഈ ചാപ്റ്റർ എല്ലാം 23 ചാപ്റ്ററും നല്ല രീതിയിൽ പഠിക്കണം. അതിൽ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. പണ്ട് നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു, പോളിമർ ഇതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വരുള്ളൂ, ഒരെണ്ണം എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശരിക്കും പി ബ്ലോക്ക് പഠിക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊരു വിഷമാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര അനുഗ്രഹമാണ്. കാരണം അത്രയും വലിയ ചാപ്റ്റർ, കടലോലെ കിടക്കുന്ന ഒരു വലിയ ചാപ്റ്റർ. അപ്പോൾ അത് പഠിക്കണ്ടെന്നുള്ള വലിയ ബെനിഫിറ്റാണ്. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററൊക്കെയാണ് മൊത്തം ഒഴിവാക്കി തന്നത്. ഈ കുറച്ച് ഫാക്ട് ബേസ്ഡ് ചാപ്റ്റർ എല്ലാം കുറെ പോയില്ലേ, മെറ്റലർജി പോയി. അപ്പം ശരിക്കും ഈ കെമിസ്ട്രി എന്തായാലും നല്ല രീതിയിൽ ഈ ചാപ്റ്റർ എല്ലാം നോക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതാണ്. അതെ. പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എനിക്കൊന്നും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഏകദേശം 5 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. മെട്രിക്സ് മാച്ച് തന്നെ ഏകദേശം ഒരു 7 മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാ ചാപ്റ്റർ ഓർഗാനിക്കിൽ നിന്നും ഇനോർഗാനിക് ഫിസിക്കൽ നിന്ന് വരെ മെട്രിക്സ് മാച്ചിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് മാച്ചാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ എനിക്കൊന്ന് നമ്മുടെ ഇവിടുത്തെ മെറ്റീരിയലിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ, അസർഷൻ റീസൺ ഉണ്ട്. നമ്മൾ എക്സാമിന് ഈക്വൽ വെയിറ്റേജ്, അതായത് ഇത്ര അസർഷൻ റീസൺ ക്വസ്റ്റൻ ഇടണം, ഇത്ര സ്റ്റേറ്റ്മെന്റ് ഇടണം എന്ന് പറഞ്ഞ് എക്സാം നടന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. എങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുമ്പം നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും എല്ലാവരും സ്ട്രേറ്റ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ചെയ്യാറ്. അവരാരും അസർഷൻ റീസണോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസോ മെട്രിക്സ് മാച്ചോ ചെയ്ത് പഠിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ അസർഷൻ റീസണിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഡൗട്ട് ചോദിച്ച് വരാറില്ല. അവർ ചോദിക്കുന്ന മുഴുവൻ സ്ട്രേറ്റ് ഒബ്ജക്റ്റീവ് ആണ്.
ആ ഒരു ട്രെൻഡ് മാറണം. നമ്മൾ അസേർഷൻ റീസൺ ശരിക്കും കുറേ അധികം പേർക്ക് അസേർഷൻ റീസൺ എന്താണ് എന്നൊരു ആദ്യത്തെ 2 ഓപ്ഷൻ നമ്മൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി എടുക്കണം. എന്തായാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അതെല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ അസേർഷനും റീസണും കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ, അതാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. അതൊരു പ്രശ്നം. ഇപ്പം എൻ്റെ പേര് അജേഷ് എന്നാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കെമിസ്ട്രി ആണ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ്. ഞാൻ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നതുകൊണ്ടല്ലോ എൻ്റെ പേര് അജേഷ് എന്നായത്. അതാണ് ആദ്യത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. പിന്നെ ഞാൻ നിങ്ങളെ കെമിസ്ട്രി ആണ് പഠിപ്പിക്കുന്നത്, അത് അസേർഷൻ. ഞാൻ MSc എടുത്തിരിക്കുന്ന കെമിസ്ട്രിയിലാണ്, അത് റീസൺ. ഞാൻ കെമിസ്ട്രിയിൽ MSc എടുത്തുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നത്, അപ്പോൾ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആ രീതിയിൽ നോക്കിയാണ്. ഇപ്പം എൻ്റെ പേര് അജേഷ് എന്നാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഫിസിക്സ് ആണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ശരിയും രണ്ടാമത്തെ തെറ്റും അത് നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. പക്ഷെ ആദ്യത്തെ 2 നമ്മൾ അതിങ്ങനെ വായിക്കണം, നമ്മളത് വായിച്ചൊരു പ്രാക്ടീസ് ചെയ്യണം. എനിക്കൊന്ന് ഇന്നലെ തന്നെ നമ്മൾ നടന്നൊരു എക്സാമിന് എനിക്കൊന്ന് ഒരു 10% പേരെങ്ങാണ്ട് ശരിയാക്കിയിട്ടുള്ളൂ. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി 1s less than 2s equal to 2p അത് കൊടുത്തു, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ പ്രൈമർലി or entirely depends on principal quantum number. അത് തെറ്റാണ്. പക്ഷെ ആ മേളിലത്തെ റീസൺ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. അത് പ്രൈമർലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്നല്ല, അത് രണ്ടും വരും. അപ്പൊ അത് കുറച്ച് പ്രാക്ടീസ് വേണം. അത് കുറച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അത് ശരിക്കും എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുമ്പോൾ പലരും ഈ ന്യൂമറിക്കൽ അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് മിസ്റ്റേക്ക് കാരണം ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് കുഴപ്പങ്ങളാണെന്ന് കുട്ടികൾ ആ ഇക്വേഷൻ ഒന്ന് ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ് ആയിട്ട്. നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കില്ലല്ലോ, നമ്മള് വോളിയം അടി വരയ്ക്കും, മാസ് അടി വരച്ചിട്ട് അത് മാത്രം എടുത്ത് ഏത് ഇക്വേഷനിലാണ് കൊടുക്കണ്ടേ തപ്പിയിട്ട് അത് ഇക്വേഷനിൽ കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല ഇവിടെ, നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചു. അതുപോലെ ഓപ്ഷൻസ് 4 ഓപ്ഷൻസും വളരെ വൃത്തിയായിട്ട് വായിച്ചാലേ നമുക്ക് പറ്റും. പലരും ധൃതി കൂടി ആൻസർ തെറ്റിക്കാറുണ്ട്. പിന്നെ മറ്റേ സൊല്യൂഷൻ്റെ അകത്തൊക്കെ നമുക്ക് ഓപ്ഷൻ 1 101 ഡിഗ്രി 102 ഡിഗ്രി 103 ഡിഗ്രി അങ്ങനെ ചോദിക്കും. അപ്പം നമ്മൾ ഈ ഓപ്ഷൻ നോക്കാണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. എന്നിട്ട് വന്ന ഓപ്ഷൻ നോക്കുമ്പോൾ അയ്യോ ഓപ്ഷൻ എല്ലാം അടുപ്പിച്ച് കിടക്കുന്നു. അപ്പം നിങ്ങൾ ഒന്നുകൂടി ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയം കുറെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ യൂണിറ്റ് ശരിയാക്കുന്നില്ല, യൂണിറ്റ് ഇടാണ്ട് പ്രോബ്ലം ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ആൻസർ 10 എന്ന് കിട്ടി, ചിലപ്പോൾ ഓപ്ഷനിൽ 10 ആൻസ്റ്റർ 10 നാനോമീറ്റർ പിന്നെ നമ്മൾ തിരിച്ചു വന്ന സമയം കളയും, കുറെ സമയം കളയും. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ ഫിസിക്കൽ ഇനോർഗാനിക് വെയിറ്റേജ് വരുമ്പോ അപ്പൊ അതിന് നമുക്ക് അത് വെയിറ്റേജ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലിന് വെയിറ്റേജ് കൂടുതൽ. നമുക്ക് ജെയുടെ പാറ്റേൺ നോക്കിയാലും ഫിസിക്കലിൽ കുറച്ച് വെയിറ്റേജ് കൂടുതൽ. പക്ഷെ നമുക്കത് നീറ്റ് എക്സാമിന് അങ്ങനെ വന്നോ നിർബന്ധമില്ല. പക്ഷേ നമ്മളൊരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസോളം ഫിസിക്കലി 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്കലിനും 16 ഓർഗാനിക്കിനും ബാക്കി 14 ഇനോർഗാനിക്. ഓർഗാനിക് എന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുറവ്, 14. അപ്പൊ അങ്ങനെ ഫിസിക്കൽ എന്തായാലും കൂടുതൽ ചോദിക്കും. അങ്ങനെ വെയിറ്റേജ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താ പറയാ ഓർഗാനിക് ആണെങ്കിലും നമ്മളങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല. നമ്മുടെ NCERT ഏകദേശം മറ്റേ മെക്കാനിസത്തിലെ ഹൈഡ്രോ കാർബണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലായിട്ട് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ്. അതെ. പിന്നെ ഫിസിക്കലിനാണെങ്കിലും എനിക്ക് തോന്നുന്ന കാൽക്കുലേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അസേഷൻ റീസൺ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള അസേഷൻ. നമ്മൾ ഇപ്പൊ ഇൻ കേസ് നമ്മുടെ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ നമുക്കും പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരില്ലേ, അത് ആ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ആ പ്രത്യേകതയിലാണ് അവർ പിടിക്കുന്നത്. അത് അസേഷൻ റീസണിൽ നമുക്ക് തെറ്റിയാൽ വലിയ ഒരു ഡിഫറൻസ് വരും, പ്രശ്നം വരും. അസേഷൻ റീസൺ വരെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ പ്രാർത്ഥിക്കാം. എളുപ്പമുണ്ട് ചെയ്യാൻ പറ്റും. മാച്ച് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആദ്യത്തെ കാരണം ഏതൊരു ഒരെണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒന്നേ ഓപ്ഷൻ കാണുകയുള്ളൂ. അതെ. പിന്നെ കഴിഞ്ഞ എക്സാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇത്തവണത്തെ എക്സാമിന് പോകണ്ട. കാരണം കഴിഞ്ഞ തവണത്തെ എക്സാം എന്ന് പറയുന്നത് അല്ലേ അത്രയും കുറെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഫിസിക്സിനൊക്കെ ആണെങ്കിൽ 2 കീ വന്നു. പിന്നെ സുപ്രീം കോടതി NTA ചീത്ത വിളിച്ചു. അങ്ങനെ കുറെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഈ തവണ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ പ്രാവശ്യത്തെ ജെയുടെ ക്വസ്റ്റ്യനും കഴിഞ്ഞ പ്രാവശ്യത്തെ ജെയുടെ ക്വസ്റ്റ്യനേക്കാളും സ്റ്റാൻഡേർഡ് ആണ്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, അതായത് NCERT ബേസ്ഡ് ആയിട്ട് തന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ NCERT എനിക്കൊന്ന് പലർക്കും വലിയ പരിചയം ഇല്ലെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡൗട്ട് ചോദിക്കാൻ വന്നപ്പം ക്ലോറൈഡ് ഫ്ലൂറൈഡിലേക്ക് മാറുന്നതിന്റെ മേളിൽ COF2 എന്നിട്ടേക്കും സാർ ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അപ്പം സ്വാറ്റ്സിൽ AGF അല്ലേ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ NCERT AGF കൂടാതെ വേറെ എഴുതിയിട്ടുണ്ട്. തന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. NCERT എന്തായാലും നോക്കാണ്ട് പറ്റില്ല.
പിന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാം അല്ലെ, സിലബസ് നോക്കി തന്നെ നോക്കി പഠിക്കുക. പഠിക്കണം. ഇനിയിപ്പം ഇത്രയും സമയത്തിൽ അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററുകൾ എങ്ങനെയായിരിക്കും ഇവർക്ക് ഇനി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഈസി ആയിട്ട്? ശരിക്കും ഇക്വിലിബ്രിയം ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇക്വിലിബ്രിയം ഡിഫിക്കൽട്ട് ആണെന്നൊരു ധാരണയുള്ളൂ അല്ലെ, അത് ആരൊക്കെയോ പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. ശരിക്കും ഇക്വിലിബ്രിയം അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ മാത്രമല്ല അതിനകത്ത് നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒക്കെ ബഫർ ഒക്കെ ആയിരിക്കും ചുമ്മാ ചോദിക്കുന്നത്. പിന്നെ ചുമ്മാ വെറുതെ PH ഓഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. പ്ലസ് വണ്ണിൽ ചോദിച്ചാൽ ഉടനെ കുട്ടികൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ തെർമോഡൈനമിക്സും ഇക്വിലിബ്രിയം ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പക്ഷെ അത് രണ്ടും നല്ല ചാപ്റ്ററുമാണ്, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഇപ്പം ആവറേജ് സ്റ്റുഡൻസിന് വേണ്ടി ഇത്ര ചാപ്റ്റർ പഠിക്കുക അങ്ങനെ നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തന്നെയല്ല ആവറേജ് സ്റ്റുഡൻസ് അല്ലല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആവറേജ് സ്റ്റുഡൻസിന് പറ്റുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബോർഡ് എക്സാം പോയിന്റിലേക്ക് ആയി പോകും. ബോർഡ് എക്സാമിന് ഇന്ന ചോദ്യം വരും, അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ എഫേർട്ട് മാക്സിമം എടുക്കുക. അത് എന്നിട്ട് മാക്സിമം ചാപ്റ്റർ ഇത്ര ചാപ്റ്ററുകൾ മാത്രം പഠിച്ച് നിങ്ങൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ എഴുതിയാൽ മതി, ബാക്കി സ്കിപ്പ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പറ്റില്ലല്ലോ, നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനെ നമുക്ക് ഇത്ര ചാപ്റ്റർ ഇതെന്ന് പറഞ്ഞ് എഴുതി തരാനും പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം, ഇന്ന ഡെറിവേഷൻ ചോദിക്കാം അല്ലെ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ട്. എന്നാലും സാറേ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം എന്താ പറയുക, ബേസിക് കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ലിമിറ്റിംഗ് റിയേജന്റ് കാൽക്കുലേഷൻ, മോൾ കോൺസെപ്റ്റ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സാറിന് ഓർമ്മയുണ്ടോ, മറ്റേ കൈനറ്റിക്സ് എന്ന് ചോദിച്ചാൽ 3 ക്വസ്റ്റനും ഒറ്റ ഏരിയ. ലാസ്റ്റ് പോർഷൻ അവർ കൂടുതൽ ലാസ്റ്റ് പോർഷൻ ഫോക്കസ് ചെയ്തിട്ട് കൈനറ്റിക്സ് ഫുള്ള് ഇലക്ട്രോകെമിസ്ട്രി അങ്ങനെ അതായത് പുസ്തകത്തിന്റെ പകുതി മിഡിൽ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് ആ ഭാഗം. പിന്നെ എനിക്ക് തോന്നുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റും കൂടുതൽ വരാൻ ചാൻസ് സ്പെക്ട്രം ആണെന്ന് തോന്നുന്നു അല്ലെ. സ്പെക്ട്രത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് പിന്നെ ഓർഗാനിക് ആണെങ്കിൽ എനിക്കൊന്ന് കന്യസാരം ഒന്നും കുറെ വർഷങ്ങളായിട്ട് ചോദിക്കുന്നില്ല. ജസ്റ്റ് ആൽക്കഹോൾസിന്റെ ഒക്കെ ചാപ്റ്റർ ഓക്സിഡേഷൻ റിയാക്ഷൻ, ജസ്റ്റ് ഡയറക്റ്റ് PCC ഒക്കെ ഉപയോഗിച്ചാൽ ഡയറക്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ, അങ്ങനത്തെ സിമ്പിൾ റിയാക്ഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ജെയുടെ ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് അത് നോക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഒരു ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ലൈവൊക്കെ വൈകിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം സാറേ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ് അല്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയാലും ജെയുടെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നീറ്റിന്റെ വന്നു. പിന്നെ എനിക്കൊന്ന് ശരിക്കും ജെയുടെ സ്റ്റൈലിൽ നീറ്റ് എന്ന് പറയുന്നേക്കാൾ കുറച്ചുകൂടെ നല്ല നീറ്റിന്റെ സ്റ്റൈലിൽ ജെ ഈ കഴിഞ്ഞ 2 ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസിനകത്ത് കുറെ അസേഷൻ റീസണും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവരും ഇപ്പൊ തുടങ്ങി ജെയ്ക്കൊന്നും അങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ജെയുടെ സാർവങ്ങൾ ജെയുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന മീൻസ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ നോക്കുന്ന ഭയങ്കര നല്ലതാണ്. നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിസ്കഷൻ തന്നെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഫെമിലിയർ നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് എടുത്ത് നോക്കിയിരിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് അത് കേട്ടോ, വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ അവർ പറയുന്നു കേട്ടാൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടും. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴുള്ള ട്രിക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടും. പിന്നെ ഒരുപാട് ട്രിക്കുകളുടെ പുറകെ നടക്കാണ്ടിരിക്കുക. ഒത്തിരി ഷോർട്ട് കട്ടുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോർട്ട് കട്ട് മറന്നു പോയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തിയറി വെച്ച് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഷോർട്ട് കട്ടുകളുടെ പുറകെ ഒരുപാട് നടക്കാതെ. സെക്കൻഡ് ഇയറിൽ കൂടുതൽ ഓർഗാനിക് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എവിടെ നിന്നായിരിക്കും നമുക്കൊരു സെക്കൻഡ് ഇയർ ഓർഗാനിക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹാലവാലിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ SN1 SN2 അതിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസിന് ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ മെക്കാനിസം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടും ഈ ഹാലവാലിക്കൻ ചാപ്റ്ററിലും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആൽക്കഹോൾസിന്റെ ഡീഹൈഡ്രേഷൻ, ആ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആൽക്കഹോൾസിനെ ഹാലവാലിക്കിനാക്കി കൺവേർട്ട് ചെയ്ത മറ്റേ ഫോസ്ഫറസിന്റെ ഹാലുമായിട്ട് അതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്കൊന്ന് നമ്മൾ ബ്രില്യൻറ്റിലെ ഓർഗാനിക്കിന്റെ ഒരു ക്ലാസ് വെച്ച് നോക്കുമ്പോൾ ആദ്യമേ തന്നെ എല്ലാം ഓൾമോസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെ അത്രയും ഇങ്ങനെ എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇത്ര മണിക്കൂർ കൊണ്ട് എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ വേറെ ഉള്ള കുട്ടികൾക്ക്, നമ്മുടെ ഇവിടെ അല്ലാത്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹൈഡ്രോ കാർബൺ ഹാലോആൽക്കനൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് റിവിഷൻ മോഡൽ സത്യമാണ്. എനിക്കൊന്ന് ഓർഗാനിക് ഇവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇവർക്ക് ഏറ്റവും പ്രശ്നം ഫിസിക്കൽ കാൽക്കുലേഷൻ, പിന്നെ ഇൻഓർഗാനിക്കും ആയിരുന്നു.
പക്ഷേ ഇൻഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പക്ഷേ ഈ കുട്ടികൾ എനിക്കൊന്ന് ഓർഗാനിക്കിൽ കൂടുതൽ ഈ ഡിഫിക്കൽറ്റി പറയാനുള്ള മെയിൻ കാരണം ഇവർ ആദ്യത്തെ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തോന്നുന്നു. പക്ഷെ ഇനി ആയാലും മതി, ഇനി 100 പിന്നെ ദിവസം 100 ദിവസം ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നന്നായിട്ട് കേട്ട് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇനിയിപ്പം നമ്മൾ NCERT വായിക്കാത്തവരോട് നമുക്ക് എന്താ പറയാൻ പറ്റും? വായിക്കാത്തവരോട് ഇനി നമ്മൾ NCERT വായിക്കാൻ പറയില്ല. ഇനി നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, നോട്ട് അത്യാവശ്യം പഠിക്കുക. പിന്നെ നമ്മുടെ ഇവിടെ നോട്ട് അത്യാവശ്യം എല്ലാം NCERT ബേസ്ഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് സ്വന്തമായിട്ടൊരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട് ആയിരിക്കും ഇവർക്ക് ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് തന്നെ. കാരണം ഒരു ചാപ്റ്ററിനെ ഫുള്ള് പഠിക്കാതെ ആ ഷോർട്ട് നോട്ട് ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കി ഈ എക്സാം ആകുമ്പോഴനുസരിച്ച് വീണ്ടും റിവൈസ് ചെയ്യാൻ ഷോർട്ട് നോട്ട് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജോർലി സാറേ, ഈ നമ്മുടെ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 100 ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മൾ 100 ദിവസം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കല്ല, 100 ദിവസമുള്ളതാണല്ലോ. അപ്പം ഇവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എന്നാ ഒരു ഇനിയിപ്പോൾ ഞാൻ പറയും ശരിക്കും നന്നായിട്ടൊക്കെ നമ്മൾ ഉറങ്ങണം. പലപ്പോഴും ടെൻഷൻ അടിച്ച് കുട്ടികൾ ഉറക്കം നഷ്ടപ്പെടുത്താറുണ്ട്. ഈ ഉറങ്ങാതിരുന്നിട്ട് പഠിച്ചാൽ നമുക്ക് എക്സ്ട്രാ ടൈം എടുക്കുമെന്നാണ് പറയുക. അതായത് കൂടുതൽ സമയം എടുക്കേണ്ടി വരും നമ്മളൊരു കാര്യം പഠിക്കാനായിട്ട്. അപ്പം നമ്മൾ ആവശ്യത്തിന് ഒരു 6 hours എങ്കിലും ഉറങ്ങണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആവശ്യമില്ലാത്ത സമയം കളയാനും പാടില്ല. ജോർലി സാർ ശരിക്കും ഉറക്കത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. സീരിയസ്ലി എന്നുവെച്ചാൽ നമ്മളൊരു 9:30 റേഞ്ച് ആകുമ്പോഴത്തേനും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാലും ആ സമയത്തിന് ആൾ ഉറങ്ങും, രാവിലെ എണീക്കും. അപ്പം പക്ഷെ അതുകൊണ്ട് പുള്ളിയുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ എണീക്കുക. നമ്മളൊക്കെ ഒരു ഇങ്ങനെ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം അങ്ങോട്ട് ചോദിച്ചത്. ഇത്ര നേരം സാർ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടെന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ഉറങ്ങുമ്പോൾ ഏകദേശം 1 മണിയൊക്കെ ആവും. പക്ഷേ ജോർലി സാർ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ഉറങ്ങുന്ന ടൈം കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും ആ ഒരു പാറ്റേൺ ഉണ്ടാക്കി എന്നാൽ കുറച്ച് എല്ലാവരും പറയാം. പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തോട്ട് പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് കൂടുതൽ നമ്മുടെ മനസ്സിലിരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്. നമ്മളാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം കിട്ടാതെ ഉറങ്ങി കിടന്നു അതെ, അങ്ങനെ ക്ലാസ് എടുക്കുന്ന ചിലപ്പോൾ തലേദിവസം വായിച്ചിട്ട് മനസ്സിലാത്ത കാര്യങ്ങൾ ഒന്ന് പിറ്റേ ദിവസം ക്ലാസ്സിൽ നിന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ രാവിലെ എഴുന്നേറ്റായിരിക്കും ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് വായി. അപ്പോൾ നമുക്ക് തലേദിവസം രാത്രി പഠിച്ചാൽ അതിനേക്കാളും പെട്ടെന്ന് തന്നെ ഈ കാര്യം പെട്ടെന്ന് നമ്മുടെ തലയിൽ കയറുകയും ചെയ്യും, നമുക്കത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതെ സാർ, പിന്നെ നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് എല്ലാം കഴിഞ്ഞില്ലേ, അവധി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവർ അതിനെക്കുറിച്ച് എന്നാ ഒരു ഞാൻ പറയാം, എക്സാമോ യാതൊരു കാരണവശാലും ഒരു എക്സാമും നിങ്ങൾ സ്കിപ്പ് ആവരുത്. കാരണം നമ്മുടെ എക്സാം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എക്സാമിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. നമുക്ക് വന്ന തെറ്റെന്താണ്, നമ്മൾ മാറി ബബിൾ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുത്തിയോ, ഇതൊക്കെ എക്സാമിൽ നമ്മൾ പഠിക്കും. എക്സാം യാതൊരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മോഡൽ എക്സാമുകളുടെ സീരീസ്, അതായത് നമ്മളത് നല്ല ആത്മാർത്ഥമായിട്ട് ആ ഒരു സീരീസ് എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും നിങ്ങൾ ബിലോ ആവറേജ് ആണെന്ന്. പക്ഷേ ഈ ഒരു സീരീസ് ഓഫ് എക്സാംസ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നോളജ് ലെവൽ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അതെല്ലാ വർഷവും, കാരണം അത്രയും കാര്യമായിട്ടാണ് നമ്മളെല്ലാവരും ഒരു 6-7 പേര് ഒരു ദിവസം ഇരുന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി എല്ലാം നിങ്ങളുടെ സിലബസിലാണെന്ന് ഉറപ്പുവരുത്തി നീറ്റിൻ്റെ അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. ഒരു എക്സാം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഓഫ്ലൈൻ എക്സാമും എഴുതണം, ഓൺലൈൻ എക്സാം എഴുതണം, കൊടുക്കുന്നുണ്ട്, അത് എഴുതണം. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ കൂടുതലും എന്താ പറയുക, നമ്മൾ ഈ ഒരു 100 ദിവസം പുറത്തുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കാതെയും പിന്നെ പുറത്ത് പോയി ഫുഡൊന്നും കഴിക്കാതെയും പക്ഷെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ ട്രൈ ചെയ്യുക. മാക്സിമം അസുഖങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട്. പിന്നെ കുറച്ച് പഠിച്ചൊക്കെ ഇച്ചിരി ബോറടിക്കുമ്പോൾ എഴുന്നേറ്റ് പോയി കുറച്ച് പാട്ട് കേൾക്കും, അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ഗ്യാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പൊക്കെ എടുത്ത് അല്ലേ ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലാരോടൊക്കെ സംസാരിച്ച് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പഠിക്കാം. പിന്നെ സാറ് പറഞ്ഞാൽ 6 മണിക്കൂർ കൂടുതൽ ഇപ്പം നമ്മൾ ഉറങ്ങണ്ട, 6 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാം, വെള്ളമൊക്കെ കുടിച്ച് നല്ലതായിരിക്കും. പിന്നെ ചാപ്റ്റർ നമുക്ക് പറഞ്ഞല്ലോ കെമിസ്ട്രിക്ക് ഇപ്പോൾ ഉള്ള ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, മറ്റേ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് ഓർത്ത് വയ്ക്കാം. കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ ഇന്ന ചാപ്റ്റർ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചിലപ്പോൾ കൂടുതലാകാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം, ഇന്ന ചാപ്റ്ററിൽ ഇന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ട എന്ന് പറയുന്നില്ല. എല്ലാ ചാപ്റ്ററും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ ഇലക്ട്രോ കെമിസ്ട്രി 3 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. റിഡോക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി നോക്കുമ്പോൾ ഏകദേശം 5 ക്വസ്റ്റ്യനുകളാവും അല്ലേ? അപ്പോൾ 30 മാർക്കാണ് അല്ലേ? അത്രയും അതിപ്പോ ഈ വർഷം അങ്ങനെ തന്നെ ആവണമെന്നില്ല. അങ്ങനെയില്ല, അങ്ങനെ പറഞ്ഞാണ് ആ ഒരു രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ശ്രീനന്ദ് ആയിരുന്നു നമ്മുടെ ബ്ലെൻഡിൽ നിന്നുണ്ടായതെങ്കിൽ ഈ വർഷം നിങ്ങളെല്ലാവരും ശ്രീനന്ദുകളാകണം.
കാരണം നമ്മുടെ റിസൾട്ട് അതുപോലെ വാനോളം ഉയർത്തണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുവാനായിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും All the best. Brilliant Study Center, India's #1 coaching center for NEET and JEE.